വെൽക്കം ബാക്ക് ടു സ്ട്രട്ട്ഫോർഡ് സിഗ്നൽ. ആൻഡേഴ്സണില്ല, ഒരു എഡേഴ്സൺ എടുക്കട്ടെ. അറ്റ്ലാന്റയിൽ നിന്നും എത്രത്തോളമാണ് എഡേഴ്സൺ ഇങ്ങോട്ട് വരാനുള്ള പോസിബിലിറ്റി? എൻ്റെ ഒപ്പീനിയൻ എന്താണ്? എഡേഴ്സണോട് വർക്കാവുമോ? വേറെ ഒരു പ്ലെയറിനോട് കമ്പയർ ചെയ്താൽ എങ്ങനെയാണ് എഡേഴ്സൺ നമ്പേഴ്സ് നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നാം സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ റാഷ്ഫോർഡ്, ഹോയ്ലൻഡ് ഇവിടുന്ന് പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു പേര് ചിയമീനി ആൻഡ് മത്തേസ് ഫെർണാണ്ടസ് ആണ്. അത് മത്തേസ് ഫെർണാണ്ടസ് ഞാൻ പറയാൻ കാരണം, ഇന്നലെ നമ്മുടെ വെസ്റ്റ് ഹാം വേഴ്സസ് ആഴ്സണൽ കളി കഴിഞ്ഞിട്ട് ശേഷം കുറേ ആൾക്കാർ പറഞ്ഞായിരുന്നു മത്തേസ് ഫെർണാണ്ടസ് ബെസ്റ്റ് ആണെന്നൊക്കെ. അപ്പോൾ ഞാൻ ചുമ്മാ അവൻ്റെ നമ്പേഴ്സും അതേപോലെ തന്നെ അവൻ്റെ പെർഫോമൻസും നോക്കി, അതായത് എൻ്റെ കണ്ണിൽ കാണുന്നതും നമ്പറായിട്ട് നോക്കി. അപ്പോൾ അവനെക്കുറിച്ച് പറയാനുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ആഴ്സണലിലെ മറ്റേ കോൺട്രവേഴ്സി സംഭവം ഉണ്ടല്ലോ, ഗോൾ, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഞാൻ അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യുന്നില്ല, ഇതിൽ തന്നെ പറഞ്ഞിട്ട് പോവാം. അപ്പോൾ ആദ്യം എഡേഴ്സൺ. നമ്മൾ 2 ആഴ്ച മുമ്പേ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ കിടന്ന് നമ്മൾ സംസാരിച്ചിരുന്നു, എഡേഴ്സൺ ഇങ്ങോട്ട് വരുമോ വരില്ലേ. അപ്പോൾ അന്നത്തെ ഒരു സോഴ്സ്, ആ ന്യൂസ് പുറത്തുവിട്ട സോഴ്സ് ഇറ്റലിയിൽ നിന്നുള്ള മറ്റേ മൊറട്ടോ പറഞ്ഞിട്ടൊരു സോഴ്സാണ്. ബേസിക്കലി ഇവൻ കളിക്കുന്നത് അറ്റ്ലാന്റയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇറ്റാലിയൻ റെപ്രസെൻറ്റേറ്റീവ്സ് ആവുമല്ലോ, ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം. എഡേഴ്സൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടക്കും, നല്ല കോൺക്രീറ്റ് പോസിബിലിറ്റി ഉണ്ട് നടക്കാൻ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇവൻ്റെ ഏജൻസിൻ്റെ ടോക്കിലാണ്, സാലറി കാര്യങ്ങളൊക്കെ അറ്റ്ലാന്റയായിട്ട് ടോക്സിലുണ്ട്. 39 മില്യൺ കൊടുത്തു കഴിഞ്ഞാൽ ഇവനെ കിട്ടുന്നൊക്കെയാണ് ന്യൂസ് വന്നിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മളെല്ലാവരും പറഞ്ഞു ഇറ്റാലിയൻസ് അല്ലേ, ചിലപ്പോൾ അത് തട്ടിക്കൂട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഫാബണ്ണൻ വന്നിട്ട് പറഞ്ഞു ഇല്ലല്ല, കറക്റ്റാണ്, അറ്റ്ലാന്റയായിട്ട് നമ്മൾ ടോക്സ് നടത്തുന്നുണ്ട്, എഡേഴ്സൺ ഇങ്ങോട്ട് വരാൻ താല്പര്യമുണ്ട്, ഹീ വുഡ് ബി ഡിലൈറ്റഡ് ടു കം ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നൊക്കെയാണ് എൻ്റെ ഫാബണ്ണൻ. പിന്നെ ചെറുത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഊതിപ്പെരിപ്പിച്ച് മാലപ്പടക്കം വരെ പൊട്ടിക്കുന്ന ആളാണത്, അത് പറഞ്ഞു. പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തത്, ഇതിൻ്റെ പോസിബിലിറ്റി അറിയാൻ വെയിറ്റ് ചെയ്തത് ഇംഗ്ലീഷ് മീഡിയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അതിലോട്ട് എത്തിയിരിക്കുകയാണ്. അതായത് ഇന്ന് മെയ് 11 ടൈറൻ മാർഷൽ എന്ന് പറഞ്ഞിട്ടൊരു മാഞ്ചസ്റ്റർ ഈവനിങ് ന്യൂസിൻ്റെ കറസ്പോണ്ടൻ്റാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ചുറ്റിപ്പറ്റി വാർത്ത കൊടുക്കുന്ന ഒരാളാണ്. അയാൾക്ക് ക്ലബിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻഫർമേഷൻ പോയിട്ടുണ്ട് ബേസിക്കലി. അതായത് നമ്മൾ എഡേഴ്സണിൽ ഇൻട്രസ്റ്റഡ് ആണ്, എഡേഴ്സണിൽ ഇങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ എഡേഴ്സണിൽ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, അത് മിക്കവാറും നടക്കുമെന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, അതിന് കൂട്ടത്തിൽ പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ മറക്കണ്ട, കാരണം നോട്ടിഫിക്കേഷൻ മിസ്സാവണ്ട. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ആർ യു ഹാപ്പി ഇൻ ദിസ് ന്യൂസ്? നിങ്ങൾക്ക് ഇവിടെ എഡേഴ്സണിനെ കാണാൻ താല്പര്യമുണ്ടോ എന്നുള്ളതാണ്. ബ്രസീലിയൻ പ്ലെയറാണ്, ഞാനിവനൊരു ഉഗാർത്തിയാണെന്നും പറയുന്നില്ല, പക്ഷേ നമുക്ക് വേണ്ട പ്ലെയറാണോ എഡേഴ്സൺ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം നിങ്ങളോട്. അത് നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കോമൻറ്റ് ഇടുക. ഇനി എൻ്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ, അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ ചുമ്മാ ഒന്ന് എഡേഴ്സണും ചിയമീനിയും കമ്പയർ ചെയ്ത് നോക്കി. കാരണം എൻ്റെ ഒരു ഡ്രീം ടാർഗറ്റ് ചിയമീനിയാണ്, CDM റോളിലോട്ട്. എഡേഴ്സണും CDM കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇവർ 2 പേരുടെയും സീസൺ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ നമ്പേഴ്സ് എടുത്ത സമയത്ത് ഞാൻ കണ്ടത്, എന്നെ സർപ്രൈസ് ചെയ്തത്, എഡേഴ്സൺ ഒരു ഫ്ലൂക്ക് പ്ലെയർ ഒന്നല്ല. എഡേഴ്സൺ ഒരു നല്ല പ്ലെയറാണ്, അണ്ടർ പ്രഷർ ബോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്, പാസിംഗ് എബിലിറ്റി ഒക്കെ ഉണ്ട്, അതേപോലെ തന്നെ അറ്റാക്കിംഗ് ഫേസിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ എഡേഴ്സണിൻ്റെ ഞാൻ കണ്ടിടത്തോളം ചിയമീനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡിഫൻസീവ് കേപ്പബിലിറ്റീസ് ചിയമീനിക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിന് കൂട്ടത്തിൽ തന്നെ ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്തതും ചിയമീനിയാണ്. നമുക്കറിയാം ചിയമീനി ഒരു മോൺസ്റ്റർ ആണ് ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യാനായിട്ട്. അപ്പോൾ എഡേഴ്സനെ കൊണ്ട് അത് പറ്റുന്നില്ല എന്നുള്ളതാണ് ഞാൻ സ്റ്റാറ്റ്സ് നോക്കുമ്പോൾ കണ്ടത്. പക്ഷേ ഗ്രൗണ്ട് ഡ്യുവൽസ് എഡേഴ്സൺ വിൻ ചെയ്യുന്നുണ്ട്, ഗ്രൗണ്ട് കവർ ചെയ്യുന്ന പ്ലെയറും കൂടിയാണ്. എനിക്ക് മനസ്സിലായത്, നമ്മൾ എഡേഴ്സനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു ഫസ്റ്റ് ഓപ്ഷനായിട്ടായിരിക്കില്ല, ഒരു സെക്കൻഡോ തേർഡ് ഓപ്ഷനായിട്ടായിരിക്കും. ഇനി ഇവിടെയാണ് നിങ്ങളോട് നെക്സ്റ്റ് ചോദ്യം. ബേസിക്കലി സെക്കൻഡ് ഓപ്ഷനോ തേർഡ് ഓപ്ഷനായിട്ട് വരുന്ന മിഡ്ഫീൽഡർ, അത് എഡേഴ്സനാണോ ബെറ്റർ, മത്തേസ് ഫെർണാണ്ടസ് ആണോ നമുക്ക് വേണ്ടത്? രണ്ട് പ്രൊഫൈലാണ് കേട്ടോ. അതായത് എഡേഴ്സൺ CDM ആണ്, മത്തേസ് ഫെർണാണ്ടസ് നമ്പർ 8 അല്ലെങ്കിൽ നമ്പർ 10 കളിക്കുന്ന ഒരു വെർസറ്റൈൽ മിഡ്ഫീൽഡറാണ്. ഇതിനാരാണ് വേണ്ടത്? നിങ്ങൾ താഴെ കോമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഞാൻ നമ്പേഴ്സ് താഴെ കാണിക്കാം. അതായത് ഞാൻ ഈ പറഞ്ഞു പോകുന്നതിൻ്റെ കൂടെ നമ്പേഴ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ അത് ശരിയല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എഡേഴ്സൻ്റെയും CMൻ്റെയും നമ്പേഴ്സ് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇവരുടെ ഹീറ്റ് മാപ്പാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫസ്റ്റ് എഡേഴ്സനാണ്, രണ്ടാമത് ചിയമീനിയാണ്. ഹീറ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും സിമിലർ പ്രൊഫൈൽസ് ആണ്. പക്ഷേ ചിയമീനി ഈസ് മോർ ആക്റ്റീവ് ഇൻ ദ ഫീൽഡ്. ഹീറ്റ് മാപ്പ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഗെയിം കളിച്ചിട്ടുള്ളതും ടോട്ടൽ മിനിറ്റ്സ് പ്ലേഡും ചിയമീനി തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ അറ്റാക്കിംഗ് ഫേസിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് ഇവിടെ കാണാൻ പറ്റും എഡേഴ്സനാണ്. പക്ഷേ അസിസ്റ്റ് കാര്യങ്ങളായാലും അതേപോലെ ലോങ് ബോൾസ് ഒക്കെ കുറച്ചുകൂടി ബെറ്റർ എഡേഴ്സനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഡിഫെൻസീവ് കാര്യങ്ങൾ, അതായത് CDM എന്ന് പറയുമ്പോൾ അയാൾക്ക് വേണ്ട ഏറ്റവും വലിയ കേപ്പബിലിറ്റി, എസ്പെഷ്യലി ഇവിടെ കസ്റ്റമറെ പോകുമ്പോൾ ഡിഫെൻസീവ്ലി സോളിഡായി നിൽക്കുക, ഡിഫെൻസീവ്ലി കവർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് വേണ്ടത് ഈ ഒരു പ്ലെയറിൽ നിന്ന്. അത് ഞാൻ ഇവർ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ അത് ചിയമീനിക്ക് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതും നല്ല നമ്പേഴ്സാണ് ചിയമീനിൻ്റെ. എഡേഴ്സന് ഇവൻ്റെ ഒരു അടുത്ത് പോലും വയ്ക്കാൻ പറ്റില്ല ചിയമീനിൻ്റെ, അങ്ങനത്തെ ഒരു പ്ലെയർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്.
പക്ഷേ സക്സസ്ഫുൾ ഡ്രിബിൾസ് ആയാലും ഗ്രൗണ്ട് ഡ്യുവൽസ് ആയാലും അത് വിൻ ചെയ്യുന്നത് എഡേഴ്സിനാണ് CMEനെക്കാളും കൂടുതൽ. എന്നാൽ ഏരിയൽ ഡ്യുവൽസ് നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏരിയൽ ഡ്യുവൽസ് 0.08 മാത്രമാണ് പെർ ഗെയിം എഡേഴ്സ് വിൻ ചെയ്യുന്നുള്ളൂ. അതേ സമയത്ത് 2.3 CME വിൻ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പന്ത് കളയുന്നത് എഡേഴ്സിനാണ് കയ്യിൽ നിന്ന്. അതും ഒരു സംഭവമുണ്ട്. കാരണം നമുക്കറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ പന്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പോസ്ഡ് ആവും. അപ്പോൾ ഈ നമ്പേഴ്സ് വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ വി നീഡ് ചിയമീനിൻ്റെ ഒരു എന്താ പറയുക ബാക്കപ്പായിട്ട് എഡേഴ്സൺ പെർഫെക്റ്റ് ആണ്. അതില്ല എന്ന് പറയുന്നില്ല. പക്ഷേ എഡേഴ്സൺ ഫസ്റ്റ് ഓപ്ഷൻ CDM ഉള്ള കാര്യം പറയാം, ഐ വിൽ ബി റിയലി വറീഡ് ഫോർ നെക്സ്റ്റ് സീസൺ. ഫിറ്റാവും, നമ്മുടെ മിഡ്ഫീൽഡ് ഫിറ്റാവും, പക്ഷേ ചിയമീനെ അണ്ടർ സ്റ്റഡി ആയിട്ട് അങ്ങനെ നടക്കുള്ളൂ. പ്രൈസ് കറക്റ്റാണ്, ചെറിയ എമൗണ്ടാണ്, 39 മില്യണേ ഉള്ളൂ എന്നുള്ളതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പ്ലെയർ വേണോ വേണ്ടതെന്നുള്ളത് നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. ഞാനിവിടെ കാണിച്ച സ്റ്റാറ്റ്സ് അടക്കം നിങ്ങൾക്ക് ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്താണ് സംഭവം എന്നുള്ളത്. നെക്സ്റ്റ്, റാഷ്ഫോർഡ് ആൻഡ് ഹോയ്ലൻഡ് മിക്കവാറും മിക്കവാറും നല്ല ഓൾമോസ്റ്റ് 99% നാപ്പോളിയിൽ ഫിക്സ് ആയി. അപ്പോൾ അവിടെ നിന്നുള്ളൊരു പൈസ നമുക്ക് വരാനുണ്ട്, 44 മില്യൺ. അതിൻ്റെ കൂടെ റാഷ്ഫോർഡിൻ്റെ ഇന്നലത്തെ എൽ ക്ലാസിക്കോയിലെ പെർഫോമൻസിൽ ഐ എം ഹോപ്പിംഗ് ബാഴ്സ അവൻ എടുക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ടുപേരും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 50 മില്യൻ്റെ അടുത്ത് 50 to 60 മില്യൻ്റെ അടുത്ത് ഈ രണ്ടുപേരിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോവാണ്. ആ 60 മില്യൺ നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യണം? നിങ്ങൾ താഴെ കോമെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ലെഫ്റ്റ് ബാക്കിനെ കാണണോ, ലെഫ്റ്റ് വിങ്ങറെ കാണണോ, അതോ സ്ട്രൈക്കറെ കാണണോ? ആ 60 മില്യൺ എവിടെയായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത്? നമുക്കറിയാം 150 മില്യൺ ഓൾറെഡി ഞങ്ങളുടെ വീഡിയോ ചെയ്തതിന് മുമ്പേ നമ്മൾ 150 മില്യൺ മിഡ്ഫീൽഡിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അതിന് മുകളിൽ വരുന്ന 60 മില്യൺ എവിടെയായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യണത്? സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. ചിയമീനി. നെക്സ്റ്റ് എനിക്ക് പറയുന്നത് ചിയമീനിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം റയൽ മാഡ്രിഡിൽ നടന്ന ഗാട്ട ഗുസ്തി സംഭവങ്ങളും സൂമോ ഗുസ്തിയും അതേപോലെ തന്നെ മറ്റേ RKO സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നമ്മൾക്കറിയാം എൽ ക്ലാസിക്കോയിൽ ചിയമീനിൻ്റെ പെർഫോമൻസ് കുറച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യമുണ്ടോ എന്നുള്ളത് ഡൗട്ട് ചെയ്ത തരത്തിലുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു എനിക്ക് തോന്നിയത്. എൻ്റെ കാഴ്ചപ്പാടിന് പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ അതിനുശേഷം ഇന്ന് ഇതാ റിപ്പോർട്ട് വന്നിട്ടുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് റെഡി. അതെ, ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് റെഡി ടു ഗെറ്റ് ചിയമീനി എന്നുള്ളതാണ് റിപ്പോർട്ട്സ് വന്നിട്ടുള്ളത് ഇംഗ്ലീഷ് മീഡിയയിൽ നിന്ന്. അതായത് അവനെ നമ്മൾ മോണിറ്ററിങ് അല്ല, സെഡ്യൂസിങ് അല്ല, ലുക്കിംഗ് ആഫ്റ്റർ അല്ല, വി ആർ റെഡി ടു ഗെറ്റ് ചിയമീനി എന്നാണ് കേൾക്കുന്നത്. നടന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ പടക്കം പൊട്ടിക്കും, അമ്മാര് സൈനിങ് ആണ്. നടക്കുകയില്ല എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. എൻ്റെ കാഴ്ചപ്പാടിൽ, എൻ്റെ ഒപ്പീനിയനിൽ ഇപ്പോഴത്തെ സിനാരിയോ എടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് ഹൈ പോസിബിലിറ്റി ചിയമീനി ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടക്കാൻ നല്ല ചാൻസ് ഉണ്ടെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇനി എനിക്ക് പറയാനുള്ളത് മത്തേസ് ഫെർണാണ്ടസ്, വെസ്റ്റ് ഹാമിൻ്റെ പ്ലെയർ ആയിട്ടുള്ള നമ്മുടെ നമ്പർ 10 ആയിട്ടും നമ്പർ 8 ആയിട്ടും കളിക്കാൻ വരുന്ന പ്ലെയറാണ്. വെർസറ്റൈൽ ഫുട്ബോളറാണ്. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ വൺ ഓഫ് ദ ടോപ്പ് പിക്സ് ആണ് നമ്മുടെ മിഡ്ഫീൽഡിലോട്ട് വരുത്താനായിട്ട്. കുറേ ട്രൈ ഉണ്ട് ബ്രൂണോ. ഏജൻറ്റ് ബ്രൂണോ നന്നായിട്ട് എന്താ പറയുക ഇതിനിടയിൽ കളിക്കുന്നുണ്ട് മത്തേസ് ഫെർണാണ്ടസിനെ അങ്ങോട്ട് കൊണ്ടുവരാനായിട്ട്. ഇനി വരുമില്ല എന്നുള്ളത് അത് ഇനിയോസിൻ്റെ കയ്യിലാണ്. മത്തേസ് ഫെർണാണ്ടസ് വെസ്റ്റ് ഹാമിലോട്ട് വന്നത് 40 മില്യൻ്റെ മുകളിൽ തുക അവർ സണ്ടർലാൻഡിന് കൊടുത്തുകൊണ്ടാണ്. ഇവൻ സ്പോർട്ടിങ്ങിൽ കളിച്ചിട്ട് പ്ലെയറാണ് കേട്ടോ. ഇവൻ്റെ ഏജൻറ്റ് എനിക്ക് തോന്നുന്നത്, എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടിടത്തോളം ജോർജ് മെൻഡസ് ആണ്. അതായത് നമ്മുടെ ഒട്ടുമിക്ക ഡീൽസും മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒട്ടുമിക്ക ഡീൽസും നടത്തുന്നത് ജോർജ് മെൻഡസ് ആണ് അണ്ടർ ഇനിയോസ്. അത് ഉഗാർത്തെ തുടങ്ങി എനിക്ക് തോന്നുന്നു യൂറോ വരെ ജോർജ് മെൻഡസിൻ്റെ എന്തോ ക്ലൈൻ്റ് ആണ് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമ്മൾ മത്തേസ് ഫെർണാണ്ടസിന് ലിങ്ക്ഡ് ആയി കഴിഞ്ഞാൽ ഞാനതിൽ സർപ്രൈസ്ഡ് അല്ല. മത്തേസ് ഫെർണാണ്ടസ് ഇവിടെ വന്നാലും ഐ വോണ്ട് ബി സർപ്രൈസ്ഡ്. കാരണം ഐ ഗെറ്റ് എ ഫീലിംഗ് ഇത് ബ്രൂണോൻ്റെ സൈഡിൽ നിന്നും അതേപോലെ തന്നെ മത്തേസ് ഫെർണാണ്ടസിൻ്റെ സൈഡിൽ നിന്നും നന്നായിട്ട് പുഷ് വരുന്നുണ്ട് അവനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് കൊണ്ടുവരാനായിട്ട്. വന്നു കഴിഞ്ഞാൽ ഒരു കിടിലൻ ഫുട്ബോളറാണ്. ഞാനത് പറയാൻ കാരണം, ഞാൻ ആർട്സിനെതിരെ ഫുൾ ഗെയിമേ കണ്ടില്ല. ആർട്സിനെതിരെ ഞാൻ അവൻ്റെ കമ്പൈലേഷൻ അതേപോലെ തന്നെ കുറച്ച് ഹൈലൈറ്റ്സ് ഇരുന്ന് കണ്ടു. അവനൊരു ഓപ്പൺ ചാൻസ് മിസ്സാക്കിയെങ്കിലും ഹീ ഈസ് എ കിടിലൻ ഫുട്ബോളർ. നമ്മുടെ ടീമിലോട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമ്മുടെ കോമ്പിനേഷൻ, അതായത് വിത്ത് കോബി കോമ്പിനേഷൻ കളിക്കാൻ പറ്റുന്ന മിഡ്ഫീൽഡർ എനിക്ക് തോന്നുന്നുണ്ട്. അത് ചിയമീനി ആണെങ്കിലും കോബി ആണെങ്കിലും ബലേബ ആണെങ്കിലും ഇനി എഡേഴ്സനാണെങ്കിലും ഹീ ക്യാൻ പ്ലേ വിത്ത് എനി വൺ. കാരണം ഹീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വെർസറ്റൈൽ മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ പ്രീമിയർ ലീഗ്. നമ്പർ 10 കളിക്കാം, നമ്പർ 8 കളിക്കാം. നമുക്ക് വേണ്ടത് അങ്ങനത്തെ മിഡ്ഫീൽഡർ കൂടിയാണ്. പിന്നെ ആർസണലിൽ ഡിസലൗഡ് ഗോൾ. അതെ, അതിന് മുമ്പ് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ കോമൻസ് ഒക്കെ, അതായത് ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും എതിരഭിപ്രായം ഉണ്ടെങ്കിലും താഴെ കോമൻറ്റ് ചെയ്യുക, മറക്കരുത്. ഞാൻ റിപ്ലൈ മാക്സിമം തരുന്നതായിരിക്കും. കൂടുതൽ വീഡിയോ ലൈക്ക് ചെയ്തേക്കും. ഇനി ആർസണലിൻ്റെ സംഭവം, ഡിസലൗഡ് ഗോൾ. ഞാൻ ഈ പ്രീമിയർ ലീഗ് തുടങ്ങിയ മുതൽ തന്നെ പറയുന്നുണ്ട് ആർസണൽ വിൽ വിൻ ദ പ്രീമിയർ ലീഗ്. കാരണം ആർസണൽ അത്ര ബെറ്റർ ടീം ആയതുകൊണ്ടല്ല ഞാൻ പറയാൻ കാരണം, ദേ ആർ ദ ഓൺലി ടീം ട്രൈയിങ് ടു വിൻ എ ഗെയിം ബേസിക്കലി. അത് എങ്ങനെ ഹുക്ക് ഓർ ക്രുക്ക്, നിങ്ങൾ എന്തെങ്കിലും പൊല്ലാപ്പ് കാണിച്ചിട്ട് കോളിനെ തട്ടി മാറ്റിയിട്ടോ അല്ലെങ്കിൽ
ഗോളീനെ മറ്റേ പൂഴിക്കടക്കം ചെയ്ത് താഴെട്ടോ, ഐ ഡോണ്ട് കെയർ. അവർ വിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. സിറ്റി, ലിവർപൂൾ, യുണൈറ്റഡ്, ചെൽസി, സ്പേഴ്സ് അല്ലെങ്കിൽ ടോപ്പ് 6 ഒരു ടീമും ഈ സീസണിൽ ബെറ്റർ അല്ല. ആഴ്സണൽ മാത്രമാണ് ബെറ്റർ. ഇത് കഴിഞ്ഞ സീസണിലെ ലിവർപൂളാണ് ഈ സീസണിലെ ആഴ്സണൽ ബേസിക്കലി. പിന്നെ ഇന്നലത്തെ ഫൗള്, അത് ഫൗള് തന്നെയാണ്. അത് റയനെ ഫൗൾ ചെയ്ത് തന്നെയാണ്. അത് ആഴ്സണലിന് അഗെയിൻസ്റ്റ് ഫൗള് പോകണം ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ എ ഗ്രാൻഡ് സ്കീം ഓഫ് തിങ്സ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് എപ്പോഴും ആരോട് ചോദിച്ചാലും പറയും അത് ഫൗള് കൊടുക്കാൻ പാടില്ല, കാരണം ആഴ്സണൽ ഇങ്ങനെയാണ് ഗോൾ അടിക്കാറുള്ളത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ ബയന്തറിൻ്റെ കൈ പിടിച്ച് വലിച്ചിട്ടാണ് അവർ ഗോൾ അടിച്ചിട്ടുള്ളത്. പക്ഷേ ഫോർഗെറ്റ് ദാറ്റ്, ലെറ്റ് ആഴ്സണൽ വിൻ ദ കപ്പ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അവർ വിൻ ചെയ്യട്ടെ. ആസ് എ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ഐ ഡോണ്ട് വാണ്ട് സിറ്റി ആൻഡ് ലിവർപൂൾ ടു വിൻ. അത് നമ്മുടെ ഡയറക്റ്റ് റൈവൽസ് ആണ്. ആഴ്സണൽ ആർ നോട്ട് അവർ റൈവൽസ്. സോഷ്യൽ മീഡിയയിൽ കുറച്ച് എന്താ പറയുക, സാക്ക ഈസ് ബെറ്റർ ദാൻ മെസ്സി അല്ലെങ്കിൽ ആർട്ടറ്റ ഈസ് ബെറ്റർ ദാൻ അലക്സ് ഫെർഗൂസൺ എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം അവർ കുറേ കാര്യങ്ങൾ അടിച്ചിറക്കും. നമുക്കതിരുന്ന് ആസ്വദിക്കാന്നേ, നമ്മളത് കുറേ കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ അത്ര ഞാൻ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് എ ഫൗൾ. ഇറ്റ്സ് എ ഫൗൾ അറ്റ്ലീസ്റ്റ് ഫോർ വൺസ് ഇൻ എ വൈൽ. VAR അവരുടെ കറക്റ്റ് എന്താ പറയുക സംഭവം ശരിക്കും ചെയ്തു. പിന്നെ കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ളത്, ഇന്നലെ ആർട്ടറ്റ വന്നിട്ട് പറഞ്ഞു എന്താണ്, എനിക്ക് എപ്പോഴാണ് മനസ്സിലാവുന്നത് റെഫറിമാരുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട്. ഒരു മാങ്ങാത്തോലി ഇല്ല. അടുത്ത കളിയിൽ എങ്ങാനും ആഴ്സണലിനെതിരെ ഒരു റെഫറിങ് ദേശം മാറിക്കഴിഞ്ഞാൽ അപ്പം മൂപ്പര് വന്നിട്ട് റെഫറിങ് ചീത്ത വിളിക്കും. ദാറ്റ് ഗൈസ് ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായാലും അതാണ് എൻ്റെ ഒപ്പീനിയൻ. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കോമെൻറ്റ് ചെയ്യുക. എഡേഴ്സൺ ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടക്കാൻ നല്ല ചാൻസ് ആണ് കേൾക്കുന്നത്. നിങ്ങൾ ഹാപ്പിയാണോ അല്ലേ? റാഷ്ഫോർഡ് ഹോയിലൻഡ് പോയി കഴിഞ്ഞാൽ ആ 60 മില്യൺ നിങ്ങൾ എവിടെ സ്പെൻഡ് ചെയ്യും? അതിന് കൂട്ടത്തിൽ ചിയമിനി ടു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആൻഡ് മത്തേസ് ഫെർണാണ്ടസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കോമൻറ്റ്സ് താഴെ കോമെൻറ്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ അധികം ഇനി വലിച്ചു കിട്ടുന്നില്ല, സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ. ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്റ്റഡ്ഫോർഡ് സിഗ്നൽ. നമുക്ക് ലൈവ് പിടിക്കാം. അതുവരയ്ക്കും പാക്കലം. ലൈവിൽ കയറാനായിട്ട് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ, അല്ലെങ്കിൽ കയറാൻ പറ്റില്ല. കാരണം ലൈവിൽ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു സൂൺ.